അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഈ പൈതലിൻ്റെ യാറത്തിൻ്റെ അവിടെ നിന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് വിടാനുള്ള കാരണം ആരൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇന്ന് 26/2/2025 ഇത് മുംബൈയിൽ ഉള്ള പൈതലിൻ്റെ യാറാണ്. ഇതും അതുപോലെ ഇതും ഞാൻ ഇതിപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ അറിയോ, ഈ പൈതലിൻ്റെ യാറത്തിൻ്റെ മുകളിൽ ഈ തെങ്ങ് ഇവിടേക്കുള്ള തെങ്ങുണ്ടല്ലോ, ഒക്കെ അപകടം പിടിച്ച തെങ്ങാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. ഇത് റാണി പാർക്ക് എന്ന സ്ഥലമാണ്, പാർക്കാണ്. ഇത് കുട്ടികളും പലരും ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ മൃഗങ്ങളും കണ്ടൊക്കെ ഉണ്ട് റാണി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ വെറ്റകളെ തലമൊക്കെ തേങ്ങ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതൊക്കെ വെട്ടലുണ്ട്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ വരൽ തുടങ്ങിയ 10-15 കൊല്ലത്തിൻ്റെ മീതായി, 16-17 കൊല്ലത്തോളമായി. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ, നമ്മുടെ മിദിനാക്കടുത്തെ കുഞ്ഞൻഖാൻ്റെ മോണ്ടല്ലോ ഷിഹാബ് ഉസ്താദ്, ആ ഉസ്താദിനെ ഉസ്താദിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പലരും പല ഭാഗത്തുനിന്ന് സഹായത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇന്നടക്കം അതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മിക്കവാറും ഒരുപാട് ഗ്രൂപ്പിൽ തന്നെ ചേർക്കുന്നതോളം ഞാൻ ലെഫ്റ്റ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ഞാനുള്ളത് പറയണേ, ഈ തങ്ങൾപ്പാപ്പാൻ്റെ പൈതലിൻ്റെ യാർത്തിങ് എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. അത് കാരണം ഞാൻ എല്ലാം തുറന്ന് പറയുന്ന ഒരാളാണ്. ഒന്നും മനസ്സിൽ രഹസ്യമായിട്ട് വെക്കേണ്ടതൊന്നും നമ്മൾ രഹസ്യമായിട്ട് വെക്കേണ്ടതാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുകൊണ്ട് ഞാൻ കഴിയുന്നിടത്തോളം എല്ലാ ഗ്രൂപ്പിൽ ഞാൻ ലെഫ്റ്റ് ആവില്ല. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഇഷ്ടത്തിൽ എല്ലാവർക്കും എന്നെ പറ്റി അറിയാം. അത് കാരണം ബാക്കി എല്ലാ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആവും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ നിന്ന് കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നോട് എൻ്റെ അതിൽ ചേർത്തപ്പോൾ ഞാൻ ഇന്ന് ലെഫ്റ്റ് ആവണ്ടായിരുന്നു. കാരണം എനിക്കെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് വിടുന്ന ആളാണ്. അത് കാരണം പേടിച്ചിട്ട് ഞാൻ എന്തായാലും ലെഫ്റ്റ് ആവാതെ നിന്ന്. കാരണം ഇനിയിപ്പോൾ ഞാൻ ലെഫ്റ്റായാൽ മറ്റുള്ളവർക്കോട് തെറ്റിദ്ധാരണ ഉണ്ടാവിച്ചിട്ട്. ഇനി ഞാൻ പറയാൻ പോണത് ഇൻഷാല്ലാ 2ാം ഭാഗം. അപ്പോൾ ആ ഷിഹാബ് എന്ന മോനിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് സഹായം ചെയ്തപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പൈസ കൊടുത്തത് പറയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ തങ്ങൾപ്പാപ്പൻ്റെ ഈ പൈതലിൻ്റെ യാർത്തിങ് എന്നിട്ടാണ് ഞാൻ പറയണത്. ആ കുട്ടിക്ക് ഞാൻ ഒരു 5000 രൂപ കൊടുത്ത്, കൊടുത്തപ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് കൊടുത്തതാണ്. കാരണം എങ്ങനെയെങ്കിലും ആ കുട്ടിക്കുള്ള പൈസ പല ഭാഗത്തുനിന്നും കിട്ടാൻ വേണ്ടിയിട്ടും എത്രയും പെട്ടെന്ന് അവനക്ക് വേണ്ട ആ ചികിത്സിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പടച്ചവനോട് എപ്പോഴും പറച്ചിലുണ്ട് റബ്ബേ. കാരണം ഓരോരുത്തരെയും അസുഖങ്ങൾ പിടിപെടുമ്പോൾ അതിൻ്റെ വേദന എന്താണെന്നുള്ളത് നമ്മളാരും അറിയുന്നു. നമ്മളെ അങ്ങനത്തെ ഒരു അസുഖങ്ങൾ കടന്നു വരുമ്പോഴാണ് ആ ഒരു വേദന നമുക്ക് അനുഭവപ്പെടുള്ളൂ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ആ കുട്ടിക്ക് ഒരു 5000 രൂപ എൻ്റെ വകമായിട്ട് ഞാൻ ആ കുട്ടിക്ക് ഇട്ടുകൊടുത്തിട്ട് 2 ദിവസം കൂടി ആയിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, തങ്ങൾപ്പാപ്പാൻ്റെ ഈ പൈതലിൻ്റെ യാർത്തിങ് നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. 2 ദിവസമായിട്ട് ഇന്നലെ എനിക്ക് 26-ാം തീയതി ഒരു സാറിൻ്റെ കോള് വന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു മുഹമ്മദ് എവിടെയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സ്ഥലത്തുള്ളത്. കാരണം ഇവിടെ ബോംബെയിൽ ഈ കാട്ട്കോപ്പർ പറഞ്ഞ സ്ഥലത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞു. കുറച്ച് തെങ്ങുണ്ട്, ആ തെങ്ങുമത്തെ ഇളനീനും തേങ്ങയും ഒക്കെ കൊണ്ടുപോയി എനിക്ക് കുറച്ച് തേങ്ങ ഞങ്ങൾക്ക് തന്നാൽ. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എത്ര തെങ്ങുണ്ട് നിങ്ങളവിടെ നിന്ന് വെച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു തെങ്ങ് കുറച്ചുണ്ട്, ഉള്ള തെങ്ങിൻ്റെ അവിടെ നിറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ തെങ്ങുമ്പോൾ തേങ്ങ എന്ന് വെച്ചാൽ എന്നാലും ഇത് വന്ന എനിക്കൊരു 10 രൂപ കിട്ടുമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സാറിനോട് പറഞ്ഞ് എന്നാൽ ആയിക്കോട്ടെ സാറേ ഞാൻ വരാം, ഞാൻ 2-3 ദിവസം എനിക്ക് ഇവിടെ പണിയുണ്ട്, ആ പണി കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വരാമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു റബ്ബേ, ആ ഷിഹാബ് പറഞ്ഞ പൊന്നു മോനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പൈസ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യം ഉള്ളിൻ്റെ അകത്തുനിന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒരു 3000 പെട്ട്. ആ 3000 പെട്ടപ്പോൾ പിന്നെയാണ് ഇപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലൊരു സംഭവം തോന്നി, മോനെ 3000 5000 പെട്ട് കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിലെന്ത് വന്നാലും ഞാൻ വേഗം ചെയ്യും. അത് മറ്റുള്ളവർ പറഞ്ഞിട്ടോ പിടിച്ചിട്ടൊന്നും ഞാൻ ചെയ്യലില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കാൻ നിൽക്കലില്ല. സ്വയം മനസ്സിൽ നിന്ന് എന്താ വരണ വെച്ചാൽ ആ മനസ്സിൽ നിന്ന് ഹൃദയം വേദനിക്കുമ്പോൾ ഞാൻ ആ കുട്ടിക്ക് കൊടുത്തപ്പോൾ 2 ദിവസം ഇട്ടിട്ട് 24 മണിക്കൂറും കൂടി ആയിട്ടില്ല. പടച്ചോനെ എന്താണെന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അവിടുന്ന് എന്താ നിൽക്കുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്നൊരു കോൾ വന്നപ്പോൾ അവിടെ ഒരു 25,000 രൂപ മുതൽ 30,000 രൂപ മുതലുണ്ടത്ര. അത് പറിച്ചു കൊണ്ടേക്കോ, പൈസ ഒന്നും തരണ്ട, അതിൽ കുറച്ച് തേങ്ങ ഞങ്ങൾക്ക് കറിയൊക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരു 10 രൂപ നമ്മൾ കൊടുത്താൽ, മനസ്സറിഞ്ഞ് കൊടുത്താൽ എവിടുന്നെങ്കിലും അള്ളാഹു നമുക്കൊരു പ്രതിഫലം തരും. നമ്മൾ കണ്ണടയാണ്ട് മുന്നേ തന്നെ ഏതൊരു മനുഷ്യൻ അത് സുഖമില്ലാത്ത എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. അതിന് 10 രൂപ കൊടുത്താലും 1 രൂപ കൊടുത്താലും 5 രൂപ കൊടുത്താലും നമുക്ക് വഴി തരും. നമ്മളിപ്പോൾ ഒരു കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ആ കച്ചവടത്തിൽ ചിലപ്പോൾ ഇന്ന് 4,000-5,000 രൂപ കച്ചവടമാവും.
നാളെ പഠിച്ചോണ്ട് ചിലപ്പോൾ 7,000 ആക്കി തരും, 8,000 ആക്കി തരും. അത് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ തരണമല്ല, ആൾക്കാരെ കസ്റ്റമറിനെ പഠിച്ചോനായിട്ട് പറഞ്ഞു വിടും. അപ്പോൾ തന്നെ നമുക്ക് ആ കച്ചവടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മളിത് ചിന്തിക്കണില്ല. കാരണം നമ്മളെന്തോ ആർക്കും എന്തോ കൊടുത്തിട്ട് അള്ളാൻ്റെ പ്രതിഫലം തരിക എന്നുള്ളത് അത് നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ കച്ചവടത്തിന് കിട്ടുന്ന ലാഭമല്ല. അതല്ല, നമുക്കൊരു 3,000 രൂപ 4,000 രൂപ കച്ചവടം നടക്കുമ്പോൾ ചിലപ്പോൾ അത് 6,000 വരും, 7,000 വരും. അതൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു റുപ്യ പാവപ്പെട്ടെന്നല്ല ഏതൊരു സുഖമില്ലാത്ത ആൾക്കാർക്കും നമ്മൾ മനസ്സറിഞ്ഞ് കൊടുത്താൽ അള്ളാഹു നമുക്ക് എവിടുന്നെങ്കിലും റബ്ബാണ് സത്യം നമുക്ക് പ്രതിഫലം. ഞാൻ പലവർക്കും കൊടുത്തിട്ടുണ്ട്, ഞാൻ വലിയ വർധന കൊടുത്ത് പറയല്ല. ഇതേമാതിരി ഞാൻ 500, 1000 ഒക്കെയും ഇതേമാതിരി ഓരോരുത്തരും മാനസികമായ വിഷമം കാണുമ്പോൾ ഞാൻ ആ വേഗം കൊടുക്കും. കാരണം ആരും അറിയാതെ ഞാൻ ആ ഗൂഗിൾ പേ ഇട്ട് കൊടുക്കുമ്പോൾ അത് 24 മണിക്കൂറും കൂടി സമയം വേണ്ട. എവിടുന്നെങ്കിലും ആൾക്കാർ പോകാൻ വിളിച്ചിട്ട് 2 തെങ്ങുണ്ട്, 1 തെങ്ങുണ്ട്, അതിമത്തെ ഇളനീരും തേങ്ങിച്ച് പറിച്ചു ഞാൻ തന്നെ കയറും, ഞാൻ തന്നെ കൊത്തി പിടിച്ച് കയറും, ഞാൻ തന്നെ എല്ലാം അതിമ അറച്ചു. കടന്നെല്ലാം പരുന്നിൻ്റെ ശല്യവും പരുന്ത് വന്നിട്ട് മാന്തി പൊളിച്ചിട്ടും ഇവിടൊക്കെ മാന്തി പൊളിച്ചിട്ടും ഇവിടെ ചെവിയൊക്കെ പൊളിച്ചിട്ട് മുറിയാക്കിയിട്ടും എന്നാലും മണ്ണിൽ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ശ്രദ്ധ അധ്വാനം നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അള്ളാഹു അതിൻ്റെ എവിടുന്നെങ്കിലൊക്കെ ഒരു പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും 500 കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് 2,000, 3,000, 4,000 രൂപ ആ ഒരു ദിവസം തന്നെ എൻ്റെ പോക്കറ്റിൽ വെക്കാൻ കിട്ടും. അതിൻ്റെ അമ്മക്കും ഞാൻ പല തവണ എപ്പോഴും കൊടുക്കലുണ്ട്. എല്ലാ മാസം എൻ്റെ അമ്മക്ക് എൻ്റെ വകമായിട്ട് തന്നെ ഞാനൊരു 3,000 രൂപ ഒന്നാം തീയതി അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. ബാക്കി ഉമ്മയോട് ഞാൻ പറിച്ചിട്ടുണ്ട്, ഉമ്മ ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പം ഉമ്മ വേണ്ടെന്ന് പറയും. കാരണം എന്നോട് അറിയിച്ച ഒരു സംഖ്യ കടത്തിലാണ്. ഇത് വേറൊരു വീഡിയോ കൊണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഉമ്മ പറയും ഈ ഒരു സംഖ്യ കടത്തിലാണ്, ഉമ്മയുടെ കുട്ടിയുടെ കടങ്ങളൊക്കെ വീടിയിട്ട് മതി. അപ്പം ഞാൻ പറയാം അതൊന്നും നോക്കലില്ല, എൻ്റെ കടങ്ങൾ നോക്കണ്ടാരും, അത് പടച്ചോൻ തന്നോളൂ. പക്ഷേ ഞാൻ എൻ്റെ വിഷമം കാര്യങ്ങളൊന്നും ഉമ്മയോട് പറിച്ചലില്ല, ഉമ്മാനോട് പാണ്ടും പറിച്ചലില്ല. അത് നമ്മളായിട്ട് ഓരോ കച്ചവടത്തിൽ നമ്മൾ കടം ഉണ്ടാക്കി വരുത്തിയതാണ്. പിന്നെ എന്തിനാ നമ്മളെ മാതാപിതാക്കളെ വേദനിപ്പിക്കണേ? അവർ നമ്മളെ ചെറുപ്പം മുതൽ വേദനിപ്പിച്ചിട്ടൊന്നും വളർത്തിയല്ല. അവരെ ഒരുപാട് വേദന മനസ്സിൽ വെച്ചിട്ട് നമ്മളൊക്കെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചതാണ്. ഞാൻ തങ്ങളിപ്പോൾ നമ്മുടെ പൈതൻ്റെ യാർത്ഥ്യം വന്നിട്ട് പറയുകയാണ്. അപ്പം ഞാൻ വാപ്പാനും ഉമ്മാനും ഒരിക്കലും മേടിച്ചില്ല. കാരണം ഞാൻ ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ റൂട്ടുമ്മ കിടന്ന് ജീവിച്ചൊരു ചെറുപ്പം 7 വയസ്സിൽ എന്നെ സ്കൂളിലും പഠിപ്പിച്ചിട്ടില്ല, മദ്രസയിലും പഠിപ്പിച്ച ഒന്നിലേക്ക് ജയിച്ച് അവിടെ നിന്ന് കൊടുന്നു. അതും വാവലേരി ഉസ്താദുണ്ടല്ലോ, ആ ഉസ്താദിൻ്റെ വരം കിട്ടിയ ഈ തങ്ങൾപ്പാപ്പൻ്റെ പൈതൻ്റെ യാർത്ഥ്യം നിന്നിട്ട് ഞാൻ പറയുകയാണ്. നമ്മളെ കാലടിയുള്ള പിന്നെ സദർ ഉസ്താദ് വാവലേരി ഉസ്താദ്, ആ ഉസ്താദിൻ്റെ വരം പഠിച്ചോൻ ഉസ്താദിൻ്റെ വടി പൊട്ടോളം, പുളിയുടെ വടി പൊട്ടോളിട്ടടിച്ച് ഒരു മണ്ണെണ്ണ ഡ്രമ്മ് തട്ടി മറിച്ചിട്ട്, ഞാനല്ല ഏതൊരു കുട്ടി മറിച്ചിട്ടപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കുട്ടികളെല്ലാവരും എന്നെ ചൂണ്ടിക്കാട്ടി. എന്നോട് ഉസ്താദ് ചോദിച്ചു ഇജ്ജ് മറിച്ചിട്ടടാന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിൻ്റെ ഭയം കൊണ്ട് ഞാൻ മിണ്ടിയില്ല. കാരണം എനിക്ക് അറിയണില്ല എന്താണെന്നുള്ളത്. അറിയാത്തത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയാം. അതിൽ ഉസ്താദിന് തോന്നി എന്താണ് ഞാനാണ് ആ മറിച്ചിട്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് ഇന്നെ വടി പൊട്ടോളം അടിച്ചിട്ട് എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ചെന്ന് ഉപ്പാൻ്റെ അടുത്ത് കരഞ്ഞും കൊണ്ട് ചെല്ലണം. ആ ഉപ്പ പറഞ്ഞ് ആ ഉസ്താദിനോട് ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ കരയണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഉസ്താദിനോട് പോയി ചോദിക്കാനും പോയില്ല. എന്നെ ബോംബെക്ക് കൊടുന്ന് ആ റൂട്ടുമ്മ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇപ്പം കുട്ടിഞ്ഞ് ഇവിടെ പഠിച്ചാൽ മതി, മക്കളൊക്കെ സ്കൂളിൻ്റെ അകത്ത് പഠിച്ചോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഈ തെങ്ങിൻ്റെ മുകളിൽ കൊത്തി പിടിച്ച് ഇതായിരിക്കും ഞാൻ 10 ഉറുപ്പ്യ ഉണ്ടാക്കി. അതൊക്കെ എൻ്റെ പൈസ പലരും വാങ്ങി തിന്ന് പോയി. ഒരുത്തൻ 2 ലക്ഷം ഉറുപ്പ്യ നാട്ടിൽ കൊടുത്ത് അത് അങ്ങനെ പെട്ടെടുക്കണേ. ഓൻ വീട് വെക്കാൻ വേണ്ടി 1 ലക്ഷം ചോദിച്ചതാണ് കൊറോണ സമയത്ത്. ഞാൻ കണ്ണിങ്ങോട്ടൊന്ന് വാങ്ങിക്കൊടുത്ത് എന്നിട്ട് ഓൻ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു 50,000 കൂടെ തരികയെന്നുണ്ടെങ്കിൽ 50,000 രൂപ തരികയെന്നുണ്ടെങ്കിൽ ഞാൻ 1.5 ലക്ഷം രൂപ തരാം, കാരണം കച്ചവടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറിയ മീൻ ഇട്ട് കൊടുത്ത് വലിയ മീൻ പിടിക്കാച്ചിട്ട് ഇട്ട് കൊടുത്തപ്പോൾ ആ 1.5 ലക്ഷം പോയി. ആ 1.5 ലക്ഷം പോയി. അപ്പോൾ പിന്നെ ഓനോട് ചോദിച്ചു എവിടെ ചോദിച്ചാൽ 1.5 ലക്ഷം രൂപ എവിടെയെന്ന് വെച്ച് പറഞ്ഞു എനിക്കൊരു 30,000 രൂപ കൂടി വേണം. ആളാരാതില്ല റിനീഷാണ് മറവഞ്ചേരികളിൽ. എന്നോട് പറഞ്ഞു 30,000 രൂപ കൂടി മാനാക്ക് നിങ്ങൾ സഹായിക്കുക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 1.80 തരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനും ചെറിയ മീൻ ഇട്ട് കൊടുത്തിട്ട് ഈ 1.80 പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ പൈസയും പോയി. അവസാനം ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഒരു 30,000 രൂപ തന്ന് ഇതുവരെ ഒരാളിന് വാങ്ങിക്കൊടുത്ത പൈസ. അതിൻ്റെ ഇടയിൽ ഒരുത്തം 11 ലക്ഷമായിട്ട് ഈ മുഹമ്മദ് ആണ് ഈ അള്ളാൻ്റെ റസൂലിൻ്റെ പേരിട്ടൊരു മനുഷ്യന്മാരാണ് ഓരോ പേര് വടക്കാക്കണത്. ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ പേരിലും ഏത് പേരായിക്കോട്ടെ ആ പേരിൽ മനുഷ്യന്മാർ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ വിളിക്കുന്ന പേരാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബോംബെയിൽ മുഹമ്മദ് ബായി എന്ന് പറയും. കാരണം അവർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഹൈന്ദവ സഹോദരങ്ങളാണ്. അപ്പം മനുഷ്യനോട് ഇഷ്ടപ്പെടുമ്പോൾ എന്താ വെച്ചാൽ അവർ മുഹമ്മദ് എന്നുള്ളത്, എൻ്റെ പേര് മുഹമ്മദ് റാഫി എന്നാണ്, എല്ലാവരും എന്നെ മുഹമ്മദ് എന്നാണ് വിളിക്കൽ. എൻ്റെ ഭാര്യ വീട്ടിൽ റഫീഖ് എന്നാണ് വിളിക്കൽ. ഞാൻ 3ാമത്തെ പറയണം, എൻ്റെ ഭാര്യ വീട്ടിൽ എന്നെ റഫീഖ് എന്നാണ് വിളിക്കൽ. ബോംബെയിൽ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഉള്ളത് പറയണം. കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കണ എനിക്ക് 1000, 500, 2000 കിട്ടി. ഞാൻ ഒരാളെ പറ്റിച്ചിട്ട് നമ്മളാരും ഞാനെന്നല്ല പൊതുവെ ഒരു മനുഷ്യൻ ഒരാളെ വേദനിപ്പിച്ചിട്ട് എല്ലാവരും കണ്ണെത്താ പോയിട്ട് രാജ്യത്ത് പോയിട്ട്
10 ഉറുപ്പ്യ ഉണ്ടാക്കുകയാണ്. അവിടെ കഷ്ടപ്പെടുന്ന ജോലി ആരും അറിയണില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് അപ്പോൾ ഈ നിൽക്കണുണ്ടല്ലോ, ഇനിയിപ്പോൾ അത് തെങ്ങ് കയറാൻ പോകുക, ആകെ ചേറിൽ മുങ്ങിയിട്ട് ഉറുമ്പ് കടിച്ചിട്ടൊക്കെ പാടെ. അപ്പോൾ ഓരോരുത്തരും വാഹനം ഓടിച്ചിട്ടും മറ്റേത് ഓടിച്ചിട്ടും ഒരു നേരത്തെ ഭക്ഷണം ശരിക്കും പോലെ കഴിക്കാൻ പറ്റാതെ രാത്രി പോയിട്ട് എന്തെങ്കിലും 2 വയറ്റ് നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ ഓരോരുത്തർ കിടന്ന് ഉറങ്ങണേ. അതൊന്നും നമ്മൾ മറ്റുള്ളവരെ അറിയണില്ല. ആ പ്രവാസികൾ ഗൾഫിലേക്ക് പോകുമ്പോഴാണ് പോയവർക്ക് അറിയാം ഓരോരുത്തരെ കഷ്ടപ്പാട് എന്താണെന്ന്, അല്ലാത്തവർക്ക് അറിയില്ല. നാട്ടിൽ ഇതേമാതിരി ഓരോരുത്തർ അധ്വാനിച്ചുണ്ടാക്കണതാണ്. അപ്പം ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വീട്ടിൽ പറയാൻ നിന്ന് എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. കാരണം എന്തിനപ്പോൾ ഇതൊക്കെ വിട്ടെന്ന് പറയാം. പക്ഷേ എന്താ ഞാൻ വിടാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നാൾ ആ സിയാപ്പനെ കുട്ടിക്ക് 5000 ഉറുപ്പ്യ കൊടുത്തതിന് പൈതൻ്റെ അടുത്ത് വന്നിട്ടാണ് പറഞ്ഞു. അത് കൊടുത്തപ്പോൾ സാറിൻ്റെ ഫോൺ വന്നു. ഞാൻ നാളെ മറ്റന്നാൾ പോയി കഴിഞ്ഞാൽ അതിൽ 10-20,000 ഉറുപ്പ്യ മുതൽ കിട്ടും. ഈ 5000 കൊടുത്തപ്പോൾ പഠിച്ചോ 25,000 ഉറുപ്പ്യ മുതൽ എനിക്ക് ഞാൻ 24 മണിക്കൂറും കൂടി ആയിട്ടില്ല അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു ബർക്കത്തായി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വിട്ടത്. നമ്മൾ കണ്ടറിഞ്ഞ് ആർക്കും ഒരു സുഖമില്ലാന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് നിന്ന് മനസ്സറിഞ്ഞ് കൊടുത്താൽ അള്ളാഹ് നമ്മളെ കണ്ണടയാണ്ട് മുന്നേ എന്തെങ്കിലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. 10 ഇരട്ടി തരും. നമ്മൾ അറിയണില്ല. നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു 10 ഉറുപ്പ്യ വരുമ്പോൾ അത് നമ്മൾ ആർക്കും എന്തോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹ് നമുക്ക് തരുന്നത്. പക്ഷേ ആൾക്കാർ ആരും അറിയണില്ല. അതങ്ങനെ സ്വയം മറക്കുക. അപ്പോൾ കഴിയുന്നിടത്തോളം നമ്മളെല്ലാവരും സിയാബിന് വേണ്ടി നിന്നിട്ട് ആ പൈതലിന് വേണ്ടിയിട്ട് എത്ര അച്ചങ്ങളെ കൊണ്ട് 10 ആയാലും വേണ്ട, 10 ഇട്ടാലും ശരി, നിങ്ങൾ വേഗം ദുആ ചെയ്യണം. ആ 10 ഇടണം. ചിലപ്പോൾ ഓൻ്റെ അടുത്ത് ഇല്ലായിട്ടാക്കാരെ ഓൻ ആ 10 ഇട്ടായിരുന്നു. കാരണം നാട്ടിലെ ഒരുപാട് കുടുംബത്തെ പ്രശ്നങ്ങളാണ്. പെണ്ണുങ്ങൾ പറയും ഗ്യാസ് തീർന്ന്, അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ ഫീസ് അടക്കണം, അതിൻ്റെ ഇടയിൽ 150 കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ നുള്ളി പറിക്കാതെ ആരെങ്കിലും കൊടുത്തച്ചാൽ പൈസക്കാർ കടം വീട്ടാൻ അപ്പോഴാക്കാർ ആ എടുത്തിട്ട് കൊടുക്കും. അത് വീടിയിട്ട് അപ്പോൾ ഇതിന് വീണ്ടും പെണ്ണുങ്ങൾ പറയുന്നത് കുട്ടിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അമേരിക്ക കൊണ്ടുപോകണം, EMSലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എവിടേക്കെല്ലാം കൊണ്ടുപോകണം. ഈ നാഴ്ച ഉണ്ടാക്കിയ 10-25,000 ആകെ കിട്ടണമെന്ന്. അവിടുത്തെ വീണ്ടും ഒരു വീട് വെക്കാനും ഒരു 10 സെൻറ്റ് സ്ഥലം എടുക്കാനും ഇന്നത്തെ കാലത്ത് പറ്റില്ല. പഴയ തന്താരും തള്ളാരും ആ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഭൂമി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചിലർ രക്ഷപ്പെട്ട് പോകണം. മറ്റുള്ളവർക്ക് ഇന്നത്തെ കാലത്ത് ഒരാൾക്കും നമ്മുടെ ഇവിടെ നിന്ന് ജീവിച്ച് തലമുറയായിട്ട് പോകുന്ന കുട്ടികൾക്കൊന്നുമില്ല. ഒരു 10 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലം എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ അവസ്ഥയാണ് ഇന്നത്തെ കാലങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ പറഞ്ഞത് ആരെങ്കിലുമൊക്കെ ഒരു പ്രയാസം കാണുമ്പോൾ നമ്മൾ 5-10 ഉറുപ്പ്യ ഇട്ട് കൊടുത്താൽ 50 ഇടണാഴ്ച ഓനക്ക് പ്രത്യേകിച്ചും ദുആ ചെയ്യുക. കാരണം ഓൻ്റെ അടുത്ത് 500 കൊടുക്കാൻ ചേട്ടാണ് ആ പാവം 50 ഇട്ടുണ്ടാവുക. അപ്പോൾ വലിയ ആൾ ഇട്ടുണ്ടെങ്കിൽ ഓനക്കും അതിനും വലിയ ദുആ ചെയ്യുക. അത് എന്തിനാ അറിയോ? ഈ ഓൻ്റെ ആ 50,000 ഇട്ടുണ്ടാവില്ല, 1,00,000 ഇട്ട ആൾ ഓനക്ക് ദുആ ചെയ്യണം. ഓൻ്റെ അടുത്തേക്ക് നമ്മളവിടെ എത്തണം. ഓൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേനും ഓനെ ആ മനുഷ്യർക്ക് അള്ളാഹു അവിടുന്ന് ഉയർച്ച കൊടുക്കണം. ആ ഉയർച്ച കൊടുക്കണം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അള്ളാഹു ആ 1,00,000 ഇട്ട ആൾക്ക് നാളെ 50 ലക്ഷം കിട്ടാനുള്ള ഒരു പ്രതിഫലത്തിന് വേണ്ടി അതിനും ദുആ ചെയ്യുക. 10 ഉറുപ്പ്യ ഇട്ട ആൾക്കും നമ്മൾ ദുആ ചെയ്യുക. എന്നിട്ട് നമ്മളെല്ലാവർക്കും ഹിന്ദുവായി മുസ്ലിമായി ഏത് മനുഷ്യനായിക്കോട്ടെ നമ്മൾ മതം നോക്കിയിട്ടൊന്നും മനുഷ്യന്മാരെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് മരിക്കണം. ഈ ഭൂമിയിൽ കുറച്ച് കാലം നമ്മൾ ജീവിക്കുള്ളൂ. തെറ്റ് ചെയ്യാതെ, ഒരാളെ വേദനിപ്പിക്കാതെ, ചതിക്കാതെ, മനുഷ്യൻ്റെ ഹൃദയം വേദനിപ്പിക്കുക. കടം മേടിച്ചോളി പറഞ്ഞ അവധിക്ക് കൊടുക്കുക. നമ്മൾ 10-ാം തീയതി പറഞ്ഞാൽ 11-ാം തീയതി ആക്കരുത്. 10-ാം തീയതി തന്നെ കൊടുത്ത് വിട്ടുക. അതെന്താണ്? നാളെ ഇതേമാതിരി വലിയൊരു അപകടം നമുക്ക് വരാൻ മുന്നിലുണ്ടാവും. തരൂല ആൾക്കാർ. കാരണം എന്താ പറയുക, സമയം ധരിച്ചിട്ട് ആ മനുഷ്യന് 10 ഉറുപ്പ്യ തരണം എന്തിനാണ് നേരം. ആ 10 ഓന് വേറെ എടുത്തച്ച പൈസക്കാരൻ നമ്മളെ വിഷമം കണ്ട് തരിക. എന്നിട്ട് നമ്മൾ ഓനോട് പറയും ഇന്നില്ല നാളെ വാ മറ്റന്നാൾ വാ. അതൊക്കെ ഒരാൾക്ക് മനസ്സിനുള്ളിൽ വേദന തട്ടുമ്പോൾ ഓൻ എന്ത് ചെയ്യും? നാളെ നമ്മൾ പ്രയാസപ്പെട്ട് ചേർത്താൽ ഓൻ ഉണ്ടെങ്കിലും ശരി ഇല്ലയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കാം. എന്താ അറിയോ? സമയത്ത് നമ്മൾ കൊടുക്കാത്ത കാരണമുണ്ട്. അപ്പോൾ കഴിയുന്നിടത്തോളം ഡേറ്റ് തെറ്റിക്കാതെ കൊടുക്കുക. എന്നോട് ആഴ്ച കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നോളി. ഓൻ കണ്ണടച്ച് തരും ഏതൊരു മനുഷ്യനും. ഈ പൈതലിൻ്റെ തങ്ങൾപ്പാപ്പൻ്റെ യാർത്തി നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതുവരെക്കും അള്ളാഹ് എന്നെ കൈ വിട്ടിട്ടില്ല. ഞാൻ ഒരാളെ ചതിക്കാനോ പഠിക്കാനോ പോയിട്ടില്ല. അധ്വാനിച്ചുണ്ടാക്കി വേർത്തിട്ട് ഇതിൽ നിന്നിട്ട് ഇറ്റണ വീണ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കും. പക്ഷേ ഇന്നെല്ലാവരും പറ്റിച്ച് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതുവരെക്കും അള്ള കൈ വിട്ടിട്ടില്ല. റബ്ബാണ് സത്യം. ഞാൻ സ്കൂളിൽ മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ല. എൻ്റെ ഉസ്താദിൻ്റെ വരം കിട്ടി, വാവസ്താദിൻ്റെ വരം കിട്ടിയിട്ട് അള്ളക്കൊരു വരം തന്നതാണ്. ഇനി എവിടെയെങ്കിലും പോയി നേരായിക്കോന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു എവിടെച്ചാൽ പോയി നേരാവട, എവിടേക്കാച്ചാൽ പോയിക്കടാന്ന് പറഞ്ഞു. നേരാവട പോയി എന്താണ് അന്നെന്തോ പറഞ്ഞു പോയി എവിടേക്കാച്ചാൽ പോടാന്ന് പറഞ്ഞു. ആ പോക്ക് പോയതാണ് നീ നരകത്തേക്ക് വന്നതാണ്. പക്ഷേ ഇതുവരെക്കും ആ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞ് പോയി. അള്ളാഹു ആ ഉസ്താദിനെ നബിയുടെ തൊട്ടടുത്ത് ഇരുന്ന് കൂട്ടിമുട്ടാണ് അള്ളാഹു അവിടെ പ്രദാനം ചെയ്യട്ടെ. കാരണം ഉസ്താദുമായിട്ട് മരണപ്പെട്ടു പോയ പല കുടുംബങ്ങളുണ്ടല്ലോ, ആ കുടുംബങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് കണ്ണടഞ്ഞ് പോയവർക്കൊക്കെ അള്ളാഹു നബിയുടെ തൊട്ടടുത്തിരുന്നിട്ട് നബിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും അള്ളാഹു അവിടെ എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തണേ. പൈതലിൻ്റെ അടുത്ത് തെങ്ങ് കയറാൻ പോവുക. ഒരുപാട് വീഡിയോ വിട്ട് നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. എൻ്റെ അനിയൻ കണ്ട എന്നെ ഇപ്പോൾ ചീത്ത അറിയിച്ച് എന്തിനാ അതൊക്കെ ഇതിൽ വിട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മനസ്സിലിരിക്കാത്തതുകൊണ്ടാണ്. ഞാൻ എന്തൊരു കാര്യം എനിക്ക് വിഷമം വന്ന് അങ്ങനെ പറഞ്ഞു പോകണം. 2-3 വീഡിയോ ഇട്ട് എൻ്റെ തലമുന്ന് എന്തോ പോയ പോലെ കാരണം അല്ലെങ്കിൽ അതിങ്ങനെ വെച്ച് നടക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ
ഭയങ്കര അല്ലെങ്കിൽ തന്നെ ലോകം മുഴുവനും മനസ്സിലെ വിഷമം. അതിൻ്റെ ഇടയിൽ പിന്നെയും ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് വിട്ടതാണ്. എന്നോട് ആരും വെറുക്കരുത്. ആ പൈതലിന് വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടി ഒന്ന് സഹായിക്കുക. അള്ളാഹ് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് റഹ്മത്ത് തരും. തരാതിരിക്കില്ല, 100% തരണം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ മിഞ്ഞാന്ന് പൈതലിന് കൊടുത്ത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഫോൺ കോൾ വന്ന് എവിടെയെങ്കിലും പോയിട്ട് 10-25,000 രൂപ മുതലാടണ്ടെന്ന് 100% ഇപ്പോൾ കുറച്ച് പോകണം, 10-40 കിലോമീറ്റർ പോകാണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ ഡേറ്റ് പറയുകയാണ് 27/2/2025 തങ്ങളിപ്പോൾ അവൻ്റെ പൈതലിൻ്റെ യാറാണ്. 2 യാറങ്ങൾ. ഇതിൻ്റെ ചരിത്രങ്ങൾ കുറേ ഉണ്ട്. അത് ഇവിടെ നിന്നിട്ട് ദുആ ചെയ്ത് പോയാൽ അള്ളാഹു പ്രതിഫലം കിട്ടും ചെയ്യുക. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ വരും. ഇവിടെ ഒച്ചയും പാളൊന്നും ഇല്ല കേട്ടോ. നല്ല വിശ്രമമായിട്ട് കിടന്ന് ഉറങ്ങണ യാറാണത്. ഒരു ചെണ്ട ഇട്ടിട്ടും ഒച്ചപ്പെടുത്തിയിട്ടും ശല്യപ്പെടുത്തിയിട്ടും അങ്ങനത്തേക്കൊന്നും ഈ തങ്ങളിപ്പോൾ പൈതൽ ഇവിടെ എത്തിയിട്ടില്ല. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഈ കന്നുപെട്ട സ്ഥലമാണിത്, പൈതലിൻ്റെ യാറ്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഞാൻ വീഡിയോ ഇട്ടതിനോട് വെറുപ്പൊന്നും തോന്നരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.